പുതിയ രണ്ട് മിസൈലുകൾ വാങ്ങാനായി ഇന്ത്യ ഇസ്രായേലുമായിട്ട് കരാറ് ഒപ്പിടുകയാണ്. എയർ ലോറ ഐസ് ബ്രേക്കർ എന്ന് പേരിട്ടിട്ടുള്ള രണ്ട് മിസൈലുകളാണ് ഇത്. യുദ്ധവിമാനങ്ങളിൽ നിന്ന് നിക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈലുകളാണ്. എന്തൊക്കെയാണ് ഈ മിസൈലുകളുടെ സവിശേഷത? ഇതെങ്ങനെയാണ് ഇന്ത്യക്ക് ഗുണകരമായിട്ട് മാറിത്തീരുക? ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു രീതിയിലാണോ കരാർ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഈ അടുത്ത സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിലെ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് കുമാർ സിംഗും ഇസ്രായേലിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലെ ഡയറക്ടർ ജനറലായ ആമിർ ബാറയും ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പിട്ടു. അത് പ്രകാരം ഇസ്രായേലിന്റെ ഏറ്റവും ആധുനിക എയർ ടു ലാൻഡ് മിസൈലായിട്ട്, അതായത് ആകാശത്തിൽ നിന്നും ഭൂമിയിലെ ടാർഗറ്റുകളിലേക്ക് വിക്ഷേപിക്കുന്ന രണ്ട് മിസൈലുകൾ, ഒന്ന് എയർ ലോറ, അതൊരു ബാലിസ്റ്റിക് മിസൈലാണ്. രണ്ടാമത്തേത് ഐസ് ബ്രേക്കർ, അത് ക്രൂയിസ് മിസൈലാണ്. ഇങ്ങനെ രണ്ട് മിസൈലുകൾ ഇസ്രായേലിൽ നിന്നും വാങ്ങാനുള്ള പ്രാഥമികമായ ധാരണയിൽ ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നായിട്ട് വാർത്തകൾ. ഇതിന്റെ കാരണമായി പറയുന്നത് ഇസ്രായേൽ നിർമ്മിതമായ റാംപെച്ച് എന്ന ഒരു മിസൈല് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ വ്യോമസേന വളരെ വിജയകരമായിട്ട് ഉപയോഗിച്ചു. അപ്പോ ആ റാംപേജിന്റെ വിജയമാണ് അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന മെച്ചപ്പെട്ട ഈ എയർ ലോറയും അതുപോലെ ഐസ് ബ്രേക്കറും വാങ്ങിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വെറുതെ വാങ്ങിക്കുക മാത്രമല്ല, ഇതിന്റെ ടെക്നോളജി കൂടി ഇസ്രായേൽ ഇന്ത്യക്ക് കൈമാറും. അതായത് ഈ മിസൈൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള അനുവാദം അവർ തരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലെ ഈ എയർ ലോറ മിസൈല് ശരിക്കും ഇസ്രായേലിന്റെ പൊതുമേഖലാ സ്ഥാപനം അവരാണ് അത് നിർമ്മിക്കുന്നത്. മറ്റേ ഐസ് ബ്രേക്കർ റഫാൽ എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അവരാണ്. ഈ രണ്ട് കമ്പനികളും സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് റാംബജ് എന്ന് പറയുന്ന മിസൈല് വളരെ വിജയകരമായിട്ട് നമ്മൾ പരീക്ഷിച്ചിരുന്നു. ആ റാംബജിന്റെ പക്ഷേ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 250 കിലോമീറ്ററാണ്. എന്നാൽ ഈ 250 ഇന്നിപ്പം ചൈനയുടെ PL മിസൈൽ ഉൾപ്പെടെയുള്ള PL-15 PL-17 വരികയാണ്. അതൊക്കെ തന്നെ ഒരു 250 കിലോമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ വിമാനത്തെ ടാർഗറ്റ് ചെയ്ത് അവര് വിമാനത്തെ ആക്രമിക്കാൻ, ആ മിസൈൽ കൊണ്ട് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഇനി വരുന്ന യുദ്ധങ്ങളിൽ ഈ റാംബജിനേക്കാൾ കൂടുതൽ ദൂരത്തു നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന എയർ ടു ഗ്രൗണ്ട് മിസൈലുകളാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. റാംബജ് നമ്മൾ Su-30 MKIയിലും അതുപോലെ MiG-29ലുമാണ് ഘടിപ്പിച്ചിരുന്നത്. ഇത് എയർ ലോറയുടെ റേഞ്ച് എന്ന് പറയുന്നത് 400 കിലോമീറ്ററാണ്. അതായത് ഒരു എയർ ടു എയർ മിസൈലിനും ഈ പറയുന്ന 400 കിലോമീറ്റർ റേഞ്ച് ഇതുവരെയില്ല. അപ്പോൾ വളരെ സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ പ്രധാന കേന്ദ്രങ്ങളെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. എയർ ലോറ ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. അത് മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നത് മിലിറ്ററി ബേസുകൾ, എയർ ഡിഫൻസ് സിസ്റ്റം, മിസൈൽ സൈകൾ, ഇതിനെയൊക്കെ തകർക്കാൻ ഉപയോഗിക്കുന്ന മിസൈലാണ്. വലിയ ഭാരമുള്ള മിസൈൽ, 1500 കിലോഗ്രാം ഭാരമുള്ള ഒരു മിസൈലാണ്. അത് വളരെ കൃത്യതയുള്ളതാണ്. സർക്കുലർ എറർ പ്രോബബിലിറ്റി, അതായത് അത് ഒരു പോയിന്റിലോട്ട് വിക്ഷേപിച്ചാൽ ഒന്നുകിൽ ആ പോയിന്റ്, ഇനി അഥവാ അതിന് ഒരു എന്തെങ്കിലും തെറ്റുകയാണെങ്കിൽ 10 മീറ്റർ പരിധിക്കുള്ളിലേ തെറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പം ഒരു കെട്ടിടത്തിന് നേരെ പ്രയോഗിക്കുവാണെങ്കിൽ ആ കെട്ടിടത്തിന് പരമാവധി കെട്ടിടത്തിന്റെ 10 മീറ്റർ അകലോട്ടേ പോകും. അത്ര കൃത്യതയുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതില് ബങ്കർ ബസ്റ്റർ വാർഹെഡ് ഉൾപ്പെടെയുള്ളത് ഘടിപ്പിക്കാവുന്നതാണ്. അപ്പോ ഇത് വളരെ മാരകമായ ഒരു മിസൈലാണ് ഈ എയർ ലോറ. ആ മിസൈലിന്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് ഇസ്രായേൽ ഏവിയേഷൻ ഇൻഡസ്ട്രീസിന്റെ ആണ്. അവർ വികസിപ്പിച്ചെടുത്താണ് ഈ സാങ്കേതിക വിദ്യ. അത് പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് കൈമാറാൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഐസ് ബ്രേക്കർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, റഫാൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ മിസൈലാണ്. അതിന് ഏതാണ്ട് 300 കിലോമീറ്ററാണ്. 300 കിലോമീറ്റർ കുറച്ചധികമാണ് അതിന്റെ റേഞ്ച്. ആ മിസൈല് ക്രൂയിസ് മിസൈലിന്റെ
പരിധിയിൽപ്പെടുന്നതാണ്. അതായത് അത് ലക്ഷ്യസ്ഥാനത്തിന് മുകളിൽ ഇങ്ങനെ പറന്നു വന്ന് ഭൂമിയോട് ചേർന്ന് പറന്ന് ആകാശത്തു നിന്ന് വിക്ഷേപിച്ചാൽ അത് നേരെ ഇങ്ങനെ താഴോട്ട് വരും. താഴോട്ട് വരുന്ന ഒരു 50 മീറ്ററോ 30 മീറ്ററോ ഒക്കെ ഉയരത്തിൽ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ അത് ചെന്നിട്ട് ലക്ഷ്യസ്ഥാനത്തിന് വട്ടം ചുറ്റി മനോറബിൾ ആണ്. അങ്ങനെ ആ ലക്ഷ്യസ്ഥാനം കൃത്യമായിട്ട് കണ്ടുപിടിച്ച്, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളതാണ്, ആ ലക്ഷ്യസ്ഥാനം അത് സ്വയം കണ്ടുപിടിച്ചോളും. രണ്ടും ഫയർ ആൻഡ് ഫോർഗറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അതായത് മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ മിസൈലിന്റെ റഡാറുകളിൽ നമ്മൾ ഫീഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് അവിടേക്ക് അത് ആക്റ്റീവ് റഡാർ ഹോമിംഗ് എന്ന് പറയും അതിന്. ആ റഡാറുകൾ ഈ നമ്മൾ അതിൽ അതിന് കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ ലക്ഷ്യസ്ഥാനത്തെ സ്വയം കണ്ടുപിടിച്ച് അത് അവിടേക്ക് പതിക്കും. അപ്പോൾ ആക്റ്റീവ് റഡാർ ഹോമിംഗ് ഉള്ളതാണ്. അതുപോലെ ആദ്യത്തേത് ബാലിസ്റ്റിക് മിസൈലാണ്, രണ്ടാമത്തേത് ക്രൂയിസ് മിസൈൽ കാറ്റഗറി പെടുന്നതാണ്. ആദ്യത്തേത് സൂപ്പർസോണിക് ആണ്. ബാലിസ്റ്റിക് മിസൈലുകൾ മിക്കതും ആകാശത്തേക്ക് ഉയർന്നിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ അത് സൂപ്പർസോണിക് സ്പീഡിൽ തന്നെയാണ് വരുന്നത്. രണ്ടാമത് പറഞ്ഞ ഐസ് ബ്രേക്കർ ക്രൂയിസ് മിസൈലാണ്. എയർ ലോറ സൂപ്പർസോണിക് ആണ്. ക്രൂയിസ് മിസൈലായ ഐസ് ബ്രേക്കർ ഒരു സബ്സോണിക് മിസൈലാണ്. അതായത് ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ അത് വളരെ താഴ്ന്ന് സഞ്ചരിക്കുന്ന കാരണം റഡാറുകളുടെ കണ്ണിൽപ്പെടില്ല. അപ്പൊ ഇത് ഇന്ത്യ പിന്നെ മാത്രവുമല്ല, അതിന് ഇൻഫ്രാറെഡ് സീക്കേഴ്സ് ഉണ്ട്. അതായത് ഒരു വസ്തുവിന്റെ വസ്തുവിൽ നിന്നും വരുന്ന ചൂട് കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് ആ വസ്തുവിനെ പിന്തുടരും. അങ്ങനെ ടാർഗറ്റുകളെ കണ്ടുപിടിക്കും. അത് ആ ഒരു ഇലക്ട്രോണിക് വാർഫെയറിനെതിരെ അത് വളരെ പ്രയോജനപ്രദമാണ്. അതിന് ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് ഉള്ള ഒരു മിസൈലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് സ്റ്റാൻഡ് ഓഫ് ഇനി വരുന്ന കാലത്തെ യുദ്ധങ്ങളിലെല്ലാം സ്റ്റാൻഡ് ഓഫ് വെപ്പണാണ്. അതായത് നമുക്ക് ശത്രു രാജ്യത്തിൽ കയറണമെന്നില്ല, നമ്മുടെ രാജ്യത്തിന്റെ മുകളിൽ പറന്നുകൊണ്ടാണ് ശത്രു രാജ്യത്തിലോട്ട് വിക്ഷേപിക്കുന്നത്. ആ സ്റ്റാൻഡ് ഓഫ് വെപ്പണുകൾ എന്നുള്ള നിലയ്ക്ക് ഇത് രണ്ടും ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും. ഈ വരുന്ന കാലങ്ങളിലൊക്കെ തന്നെ ഇനി ഇന്ത്യയുടെ ഒരു വിമാനം പാകിസ്ഥാനെ പോലൊരു ചെറിയ രാജ്യത്തിന്റെ ആക്രമണം നടത്താൻ അതിർത്തി ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഇന്ത്യയുടെ അതിർത്തിയിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ ജിയോഗ്രഫിക്കൽ പരിധിക്കുള്ളിൽ നമ്മുടെ ആകാശത്തിൽ നിന്നുകൊണ്ട് അവരെ ആക്രമിക്കാം. കാരണം ഇപ്പോൾ അമൃത്സറിൽ നിന്നൊക്കെ പരമാവധി പെഷവാർ വരെ നമ്മൾ ആകാശമാർഗമുള്ള ദൂരം നോക്കി ഒരു 800 കിലോമീറ്റർ ഒക്കെ കാണും. അത്രയൊക്കെ ഉള്ളൂ. പാകിസ്ഥാനിലെ ഏത് സ്ഥലവും വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ചെറിയ രാജ്യങ്ങൾക്കൊന്നും ഇനി നിലനിൽപ്പ് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ രാജ്യത്ത് പ്രവേശിക്കേണ്ട കാര്യമില്ല. അവരുടെ രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ തകർക്കാനായിട്ട് സ്റ്റാൻഡ് ഓഫ് വെപ്പണുകൾ, ദൂരെ നിന്ന് പ്രയോഗിക്കാവുന്ന ആയുധങ്ങളുടെ കാലമാണ്. ആ കാലത്ത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇവ രണ്ടും മുതൽക്കൂട്ടാവും എന്നുള്ളതിൽ സംശയമില്ല. മാത്രവുമല്ല, ടെക്നോളജി ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഈ മിസൈലുകൾ എത്തിക്കും എന്നാണ് കരുതപ്പെടുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരുന്ന ദിവസങ്ങൾ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.